ഹലോ കൂട്ടുകാരെ. അപ്പോൾ നമുക്കിന്നൊരു കഥ കേൾക്കാം. നമ്മുടെ കഥയുടെ പേര് ആനയും തയ്യൽക്കാരനും. ഒരിടത്തൊരാനയുണ്ടായിരുന്നു. ദിവസവും ആനക്കാരൻ അതിനെ കുളിപ്പിക്കാൻ കൊണ്ടുപോകും. പോകുന്ന വഴിയിൽ ഒരു തയ്യൽ കടയുണ്ടായിരുന്നു. തയ്യൽക്കാരന് ആനയെ വലിയ ഇഷ്ടമായിരുന്നു. അയാൾ ദിവസവും ആനയ്ക്ക് തിന്നാൻ എന്തെങ്കിലും കൊടുക്കും. കടയുടെ മുമ്പിലെത്തുമ്പോൾ ആന തുമ്പിക്കൈ നീട്ടുക പതിവായിരുന്നു. ഒരു ദിവസം തയ്യൽക്കാരൻ ഒരു കുസൃതി തോന്നി. ആന പതിവ് പോലെ തുമ്പിക്കൈ നീട്ടി. തയ്യൽക്കാരൻ തുമ്പിക്കൈയിൽ സൂചി കൊണ്ടൊരു കുത്തു കൊടുത്തു. ആനയ്ക്ക് നന്നായി വേദനിച്ചു. തയ്യൽക്കാരൻ പൊട്ടിച്ചിരിച്ചു. ആന മിണ്ടാതെ പോയി. തയ്യൽക്കാരനെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് ആന തീരുമാനിച്ചു. അടുത്ത ദിവസം കുളി കഴിഞ്ഞപ്പോൾ ആന തുമ്പിക്കൈ നിറയെ വെള്ളമെടുത്തു. ആന തയ്യൽക്കാരന്റെ കടയുടെ അടുത്തെത്തി. പെട്ടെന്ന് തുമ്പിക്കൈ ഉയർത്തി വെള്ളം മുഴുവൻ കടയിലേക്ക് ചീറ്റിച്ചു. തയ്യൽക്കാരനും അവിടെയുണ്ടായിരുന്ന തുണിയുമെല്ലാം വെള്ളത്തിൽ കുതിർന്നു. ആ പാവം ആനയെ വെറുതെ ഉപദ്രവിച്ചിട്ടല്ലേ തയ്യൽക്കാരന് ഈ ഗതി വന്നത്, അല്ലേ മക്കളെ? അപ്പൊ ആരെയും ഒരു ആവശ്യമില്ലാതെ ഉപദ്രവിക്കാൻ പാടില്ല. അപ്പൊ ശരി, ഈ കഥ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണേ. ബൈ. ഹലോ കൂട്ടുകാരെ, അപ്പൊ നമുക്കിന്നൊരു പാട്ട് പഠിച്ചാലോ? നമ്മുടെ പാട്ടിന്റെ പേര് ഒന്നാനാം കൊച്ചുതുമ്പി. ഒന്നാനാം കൊച്ചുതുമ്പി എൻ്റെ കൂടെ പോരുമോ? നിന്റെ കൂടെ പോന്നാൽ എന്തെല്ലാം തരുമെനിക്ക്. ഇട്ടിരിക്കാൻ പുന്തടുക്ക, ഇട്ടുണ്ണാൻ പുന്തളിക, കൈ കഴുകാൻ വെള്ളിക്കിണ്ടി, കൈ തോർത്താൻ പുള്ളിപ്പട്ട്, കളിപ്പാനോ കളം തരുവേൻ, കുളിപ്പാനോ കുളം തരുവേൻ. ഒന്നാനാം കൊച്ചുതുമ്പി എൻ്റെ കൂടെ പോരുമോ? പാട്ടിഷ്ടായോ? ഇഷ്ടായെങ്കിൽ എല്ലാവർക്കും പാടിക്കൊടുക്കണേ. അപ്പൊ ടാറ്റാ, ബൈ ബൈ. ഹലോ കൂട്ടുകാരെ, അപ്പം നമുക്കിന്നൊരു കഥ കേട്ടാലോ? നമ്മുടെ കഥയുടെ പേര് കാക്കയും പരുന്തും. ഒരു കാട്ടിൽ ഒരു കാക്കയും പരുന്തും താമസിച്ചിരുന്നു. കാക്കയ്ക്ക് പരുന്തിനോട് അസൂയയായിരുന്നു. കാരണം പരുന്തിന് വളരെ ഉയരത്തിൽ പറക്കാൻ കഴിയുമായിരുന്നു. ഒരു ദിവസം കാക്ക തൻ്റെ കൂട്ടിലിരുന്ന് താഴെ കളിച്ചുകൊണ്ടിരിക്കുന്ന മുയലുകളെ നോക്കിയിരിക്കുകയായിരുന്നു. പെട്ടെന്ന് പരുന്ത് ശരവേഗത്തിൽ താഴേക്ക് പറന്നു. ഒരു മുയലിനെ പിടിച്ച് വീണ്ടും മുകളിലേക്ക് പറന്നു. ഇത് കണ്ട് കാക്കയ്ക്ക് അസൂയയായി. പരുന്തിനെ പോലെ അനുകരിക്കാൻ അവൻ ആഗ്രഹിച്ചു. അങ്ങനെ കാക്ക കഴിയുന്നത്ര ഉയരത്തിൽ പറന്നു. അവിടെ നിന്നവൻ നിലത്ത് നിൽക്കുന്ന മുയലിലേക്ക് വേഗത്തിൽ പറക്കാൻ തുടങ്ങി. കാക്കയെ കണ്ട മുയൽ തെന്നിമാറി ഓടിപ്പോയി. കാക്കയ്ക്ക് തൻ്റെ വേഗം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അവൻ നിലത്തു വീണു. അയ്യോ! അപ്പം നമുക്ക് ഈ കഥയിലൂടെ എന്ത് ഗുണപാഠാ പഠിച്ചേ? ചിന്തിക്കാതെയുള്ള അനുകരണം അപകടത്തിൽ ചാടിക്കും. ഓരോരുത്തർക്കും അവരുടേതായ കഴിവുകളുണ്ട്, അല്ലേ മക്കളെ? പരുന്തിന് വേഗത്തിലും ഉയരത്തിലും പറക്കാൻ പറ്റുമെങ്കിൽ കാക്കയ്ക്കും അതിൻ്റെതായ പല ഗുണങ്ങളും ഉണ്ട്. അപ്പോൾ അടുത്ത കഥയുമായിട്ട് വീണ്ടും വരാവേ. ബൈ.